ഡൽഹിയിലെ കേരള ഹൗസിന് മുന്നിലൂടെയാണ് നമ്മുടെ യാത്ര. എന്താ കേരള ഹൗസിന്റെ ബോർഡ് കാണാം. നമ്മൾ കേരള ഹൗസിലൊന്ന് കയറി ജസ്റ്റ് അവിടെ ഒന്ന് രണ്ട് പരിചയക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടതിന് ശേഷം അവരോടൊക്കെ ഒന്ന് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഡൽഹിയിൽ സാകേത് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. സാകേതിൽ ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട്, ശബരിമല പോലെ ശാസ്താ ക്ഷേത്രം. ഇതാണ് ആ ശാസ്താ ക്ഷേത്രം. ഡൽഹി സാകേതില് കോടതിക്ക് സമീപത്തായിട്ടാണ്, അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ്. സാകേത് കോടതിയുണ്ട്, ഡിസ്ട്രിക്ട് കോടതിയുണ്ട്. ആ ഡിസ്ട്രിക്ട് കോടതിക്ക് എതിരായിട്ടാണ് ഈ അയ്യപ്പ ക്ഷേത്രം കാണുന്നത്. ഈ അയ്യപ്പ ക്ഷേത്രം എന്നല്ല, ശാസ്താ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹി സാകേതിലെ ശാസ്താ ക്ഷേത്രം. ഇതിന് നേരെ എതിരായിട്ടാണ് ശാന്തിഗിരി ആശ്രമം നിലവിലുള്ളത്. ആ ശാന്തിഗിരി ആശ്രമത്തിന്റെ നേരെ എതിരായിട്ടാണ് ഈ ശാസ്താ ക്ഷേത്രമുള്ളത്. അവിടുത്തെ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ഡൽഹി സ്വദേശിയായ ഒരു ഭക്തൻ വന്ന് ആരാധന നടത്തുന്ന ആണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം ആരാധന രീതിയാണ് അവർ അവലംബിക്കുന്നത്. നമുക്കത് പ്രത്യേകിച്ച് കാണാം. അദ്ദേഹം എന്തുമാത്രം സമയം അവിടെ ചെലവഴിക്കുന്നുവെന്നും അവിടെ പ്രത്യേക തരത്തിൽ ദീപം തെളിയിക്കുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഞാൻ കുറച്ചുകൂടി, ഈ പ്രത്യേക ദീപം തെളിയിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ഒരുപക്ഷെ ശാസ്താ ക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ കാണാത്ത തരത്തിലുള്ള ഒരു ആരാധനാ രീതിയാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സാകേതിലെ അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രം എന്നത് ഭാര്യാസമേതനായിട്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. 2 ഭാര്യയും 1 മകനുമുള്ള ആണ് ശാസ്താവ് എന്നതാണ് വിശ്വാസം. ഇവിടെ പ്രതിഷ്ഠ 3 പേരുടെ, അതായത് 2 ഭാര്യമാരും ശാസ്താവുമായിട്ടിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അയ്യപ്പന്റെ വ്യത്യസ്തമായ പേരുകളിൽ ചിലതാണ് ശാസ്താവ് എന്നൊക്കെ പറയുന്നത്. ശാസ്ത എന്നുള്ളതെല്ലാം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ അയ്യപ്പൻ അഥവാ ശാസ്താവാണ്. എന്നാൽ ചിലർ വിശ്വസിക്കുന്ന ശാസ്താവും അയ്യപ്പനും രണ്ടു പേരാണെന്ന കാരണം ശാസ്താവിന് 2 ഭാര്യമാരും 1 മകനുമുണ്ട്. എന്നാൽ വിശ്വാസം അനുസരിച്ച് അയ്യപ്പൻ നിത്യ ബ്രഹ്മചാരിയുമാണ്. ഗൃഹാശ്രമം പുലർത്തുന്നയാളാണ് ശാസ്താവ്. അതുകൊണ്ട് കൂടിയായിരിക്കാം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ഗ്രാമങ്ങളിൽ ശാസ്താവ് ആരാധിക്കപ്പെടുന്നത്. സ്കന്ദ പുരാണത്തിലാണ് ശാസ്താവിന്റെ പേര് പരാമർശിക്കുന്നത്. പൂർണ്ണ, പുഷ്കല എന്ന പേരുകളിൽ 2 ഭാര്യമാരും 1 മകനുമാണ് ഉള്ളത് ശാസ്താവിന്. അത്തരത്തിലുള്ള ശാസ്താവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്.
യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.